ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡ് എന്ന പേരിൽ നാം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞു 24 സംസ്ഥാനങ്ങളിൽ ഇന്ന് അതിന്റെ പ്രവർത്തനങ്ങളുണ്ട്. 1951 സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ വടകര നടന്ന സമ്മേളനത്തോടുകൂടി ഔപചാരികമായി വിദ്യാഭ്യാസ ബോർഡ് ആരംഭിക്കുന്നത്. 1989 നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെ കുറച്ചുകൂടി പരിഷ്കരിച്ച് കൂടുതൽ ശാസ്ത്രീയവും മനഃശാസ്ത്രപരമായ സമീപനങ്ങളിലേക്ക് കൂടി അതിനെ ഉൾപ്പെടുത്തി സുന്നി വിദ്യാഭ്യാസ ബോർഡ് എന്ന പേരിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിനെ പുനഃസംഘടിപ്പിച്ച് ആ ബോർഡാണ് ഇന്ന് 10,900 വരുന്ന മദ്രസകളിലൂടെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നത്. കേരളത്തിന് പുറമെ കേരളത്തോളം തന്നെ വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ മതസ്ഥാപനങ്ങൾ ഉള്ള സ്ഥലമാണ് കർണാടക. 1300 സ്ഥാപനങ്ങൾ, മദ്രസകൾ കർണാടകയിൽ ഇന്നുണ്ട്. തൊട്ടടുത്ത് തമിഴ്നാടും ഗോവയും മഹാരാഷ്ട്രയും ഉൾപ്പെടെ അവിടുന്ന് അങ്ങോട്ട് പോയാൽ കിഴക്കൻ സംസ്ഥാനങ്ങളായ ആസാമിലും ബംഗാളിലും ഒറീസയിലും ഡൽഹിയിലും പഞ്ചാബിലും ജമ്മു കശ്മീരിലും അടക്കം വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിച്ചു കിടക്കുകയാണ്. വെസ്റ്റ് ബംഗാളിൽ മാത്രം 1000 മദ്രസകള്, മക്തബുകള് ഈ വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അവിടെ 1000-ലധികം വരുന്ന മുഅല്ലിമീങ്ങളുടെ നേതാക്കളുടെ ഒരു സമ്മേളനം അവിടെ നടത്തിയിരുന്നു. അതേപോലെ ആസാമില് 350 വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ ഔദ്യോഗികമായി അംഗീകാരം ലഭിച്ച മദ്രസകളുണ്ട്. അതുമാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് ഔദ്യോഗികമായി സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ സിലബസ് അംഗീകരിക്കുകയും ഗവൺമെന്റ് എഡ്യൂക്കേഷണൽ ബോർഡായി ആസാമിലെ ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡിനെ ഔദ്യോഗികമായി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നത് വളരെയധികം സന്തോഷകരമാണ്. സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ കേരളം ഉൾപ്പെടെയുള്ള 35,000 വരുന്ന അധ്യാപകരുടെ നേതൃ സംഘടനയാണ് സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കമ്മിറ്റി എന്ന് പറയുന്നത്. ആ സുന്നി ജമിയത്തുൽ മുഅല്ലിമീനും അതുപോലെ തന്നെ SMA എന്ന് പറയുന്ന സുന്നി മദ്രസ മാനേജ്മെന്റ് അസോസിയേഷനും ഈ 2 സംഘടനകൾ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴ്ഘടകങ്ങളായി പ്രവർത്തിച്ചു വരുന്നുണ്ട്. നമ്മുടെ രാജ്യത്തുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ ബോർഡ് എന്ന നിലയ്ക്ക് നിലവിൽ 10 ഭാഷകളിലാണ് സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകങ്ങളുള്ളത്. അതിൽ 8 ഭാഷകളിലുള്ള പുസ്തകങ്ങൾ വ്യാപകമായ തോതിൽ ഇന്ന് പ്രചരിച്ചു വരുന്നുണ്ട്. മലയാളം, അറബി മലയാളം, ഇംഗ്ലീഷ്, കന്നഡ, ഉറുദു, തമിഴ്, അറബി തമിഴ് തുടങ്ങിയ ഭാഷകളിലുള്ള പുസ്തകങ്ങൾക്ക് പുറമെ ബംഗ്ലയിലും ആസാമി ഭാഷയിലും സുന്നി വിദ്യാഭ്യാസ ബോർഡിന് ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ബോർഡ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ പുസ്തകങ്ങളുണ്ട്, കിതാബുകളുണ്ട്. ഒറീസയില് ഈ കഴിഞ്ഞ അഖിലേന്ത്യാ ബോർഡിന്റെ മീറ്റിംഗിൽ ഒറിയ ഭാഷയിൽ വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനും പുസ്തകങ്ങൾ അടിച്ചിറക്കാനുമുള്ള തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോ 12 ഭാഷകളിലാണ് സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ കിതാബുകൾ ഉള്ളത്. 360 കിതാബുകളാണ് സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഓരോ വർഷവും വിപണിയിൽ അടിച്ചിറക്കുന്നത്. 62 പുസ്തകങ്ങൾ ഇതിനു പുറമെ തിബിയാൻ എന്ന് പറയുന്ന സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രീ സ്കൂൾ സംവിധാനത്തിന് കീഴിലുണ്ട്. വിദ്യാഭ്യാസ ബോർഡിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രീ സ്കൂൾ മുതൽ +2 വരെയുള്ള സ്ഥാപനങ്ങളാണ് അതിന് കീഴിൽ വരുന്നത്. ഇതിനു പുറമെ ജാമിയത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമി എന്ന പേരിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ 500 വരുന്ന മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ശരീഅത്ത് കോളേജുകൾ, ദഅവാ കോളേജുകൾ, ദർസുകൾ തുടങ്ങിയ സ്ഥാപനങ്ങൾ ഈ വിദ്യാഭ്യാസ ബോർഡിന്റെ തന്നെ ഒരുമിച്ചുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി
നമ്മുടെ കേന്ദ്ര ഓഫീസിൽ നിന്ന് നേരിട്ട് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു വർഷം മൊത്തം ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ സുന്നി നമ്മുടെ ഇസ്ലാമിക് ജാമിയത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമിയുടെ കീഴിൽ 75 കിതാബുകളാണ് നമ്മൾ അടിച്ചിറക്കിയിട്ടുള്ളത്. ഇങ്ങനെ 497 കിതാബുകൾ ഓരോ വർഷവും പ്രിന്റ് ചെയ്യുന്ന ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡ് എന്ന് പറയുന്നത്. 11,000-ഓളം മദ്രസകൾ, അതുപോലെ തന്നെ 2000 തിബിയാൻ സെന്ററുകൾ, ജാമിയത്തുൽ ഹിന്ദിന്റെ 400 സ്ഥാപനങ്ങൾ അടക്കം നമുക്ക് 12,000-ഓളം വരുന്ന സ്ഥാപനങ്ങൾ കേരളത്തിലടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ ഇന്ന് പ്രവർത്തിച്ചു വരുന്നു. ഈ സംസ്ഥാനങ്ങളുടെ ഇതിന്റെ മുഴുവനും കേന്ദ്രീകൃതമായ ഓഫീസ് അൽഹംദുലില്ലാ ഡൽഹിയുടെ തലസ്ഥാനത്ത് തന്നെ, നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനത്ത് തന്നെ ദരിയാഗഞ്ചില് ഖട്ടാ മസ്ജിദ് എന്ന് പറയുന്ന മുഗൾ ഭരണകർത്താക്കളുടെ കാലഘട്ടങ്ങളിൽ ഉള്ള വലിയ ഒരു പള്ളിക്ക് സമീപമായി നമ്മുടെ മഹോന്നതമായ നേതാക്കളുടെ നേതൃത്വത്തിൽ വലിയ ഒരു ഓഫീസ് സമുച്ചയം ഡൽഹിയിൽ നമുക്ക് പ്രവർത്തിക്കുന്നുണ്ട്. അതിന് പുറമെ വിവിധ സംസ്ഥാനങ്ങളിൽ നമ്മുടെ ഓഫീസുകളുണ്ട്. കേരളത്തിൽ ഉള്ള കോഴിക്കോടുള്ള ഇതിന് പുറമെ ഇവിടെ മംഗലാപുരത്ത്, അതുപോലെ തിരുപ്പൂരില്, അതിന് പുറമെ ഹുബ്ലിയില്, ബംഗളൂരില്, ഊട്ടിയില് തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസ ബോർഡിന്റെ ഓഫീസുകൾ പ്രവർത്തിച്ചു വരുന്നു. 35,000 മുഅല്ലിമീങ്ങളും അതുപോലെ 80 മുഫത്തിഷുമാരും, ഇതിന് പുറമെ 20 വരുന്ന ആർപിമാര് തിബിയാനിടും, 20 ആർപിമാര് വിദ്യാഭ്യാസ ബോർഡിന്റെയും ജമിയത്തുൽ മുഅല്ലിമിന്റെയും നേതൃത്വത്തിലുള്ള 20 ആർപിമാരും 10 ആർപിമാര് മുഅല്ലിമാത്തുകളായി തിബിയാന്റെ കീഴിലും പ്രവർത്തിച്ചു വരുന്നു. 1608 മുഅല്ലിമകളാണ് തിബിയാൻ സെന്ററുകളിലായി 200 സെന്ററുകളിലായി ഇപ്പോ പ്രവർത്തിച്ചു വരുന്നത്. ഇതിനൊക്കെ പുറമെ ICERT എന്ന് പറയുന്ന സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ നേതൃത്വത്തിൽ നിങ്ങൾക്കറിയാം, ഇന്ത്യ രാജ്യത്തെ വിദ്യാഭ്യാസ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് NCERT ആണ്, നാഷണൽ എഡ്യൂക്കേഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്, നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് NCERT. അതിന് ചുവട് പിടിച്ചുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും നമുക്ക് ഓരോ സംസ്ഥാനങ്ങളിലുമുള്ള SEERT ഉണ്ട്, സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. ഇതുപോലെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴില് ICERT എന്ന് പറയുന്ന ഇസ്ലാമിക് കൗൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിന് കീഴില് നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെ കൃത്യമായി വിലയിരുത്തുകയും ആ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തില് കാലോചിതമായ പരിഷ്കരണ പ്രവർത്തനങ്ങൾ നമ്മുടെ പാഠ്യപദ്ധതിയിൽ വന്നുകൊണ്ടിരിക്കുകയുമാണ്. അൽഹംദുലില്ലാ 7ാം ക്ലാസ് വരെയുള്ള പാഠ്യഭാഗങ്ങൾ കഴിഞ്ഞ വർഷം മുമ്പ് നമ്മൾ അത് പരിഷ്കരിച്ചു. ഈ അധ്യയന വർഷം 8ാം ക്ലാസ്സിലും 11ാം ക്ലാസ്സിലും പരിഷ്കരിച്ചു. അടുത്ത അധ്യയന വർഷത്തില് 9, 10, 12 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ നമ്മൾ പരിഷ്കരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ KG ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെ നമുക്ക് വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ കരിക്കുലമായ ആ പുസ്തകങ്ങൾ, വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള പുസ്തകങ്ങൾ ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന പേരിൽ നമുക്ക് പുസ്തക സംവിധാനമുണ്ട്. 7ാം ക്ലാസ് വരെയുള്ളത് നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പൊ അത് 10ാം ക്ലാസ് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ആ പുസ്തകങ്ങൾ ഷാഫി, ഹനഫി ഫിഖുകളിൽ നിന്ന് ലഭ്യമാണ്. ഈ ഷാഫി, ഹനഫികൾ ലഭ്യമായ ഫിഖ് അത് അൽഹംദുലില്ലാ കഴിഞ്ഞ 2 മാസക്കാലമായി നിരവധി വലിയ പണ്ഡിതന്മാരെയും വിദ്യാഭ്യാസ വിചക്ഷണനെയും വെച്ചുകൊണ്ട് അത് നമ്മൾ പരിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അടുത്ത അധ്യയന വർഷം മുഴുവൻ പാഠ്യപദ്ധതികളും ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന പേരിൽ നമ്മുടെ പാഠ്യപദ്ധതികൾ മുഴുവനായി പരിഷ്കരിച്ച് പുറത്തിറങ്ങുകയാണ്. ഇങ്ങനെ വിപുലമായ തരത്തിലുള്ള വിദ്യാഭ്യാസ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കോടൊപ്പം തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നിർദ്ദേശപ്രകാരം കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് കേരള മുസ്ലിം ജമാഅത്ത് തയ്യാറാക്കിയ ഒരു വിദ്യാഭ്യാസ കാഴ്ചപ്പാടുണ്ട്. എഡ്യൂവിഷൻ എന്നാണ് ഇതിന്റെ പേര്. ആ എഡ്യൂവിഷൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ കാഴ്ചപ്പാട് അത് നിരവധി വിദ്യാഭ്യാസ വിചക്ഷണന്മാരെ ഏർപ്പെടുത്തിക്കൊണ്ട് നാം നിയോഗിച്ച ഒരു കമ്മീഷന്റെ റിപ്പോർട്ടാണ്. 600-ലധികം പേജുകളാണ് അതിലുള്ളത്. ആ 600-ലധികം പേജ് വരുന്ന ഒരു കമ്മീഷൻ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ, എഡ്യൂവിഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത 25 വർഷക്കാലം കഴിയുമ്പോൾ ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗത്തുണ്ടാകേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് കണക്കുകൂട്ടുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അൽഹംദുലില്ലാ ഏകീകൃതമായ രീതിയിൽ ജാമിയത്തുൽ ഹിന്ദിന്റെ നേതൃത്വത്തിൽ ഏകജാലക സമ്പ്രദായം നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ വിദ്യാഭ്യാസ രംഗത്ത് നിരവധി മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റങ്ങൾക്കൊക്കെ പ്രചോദകം എന്ന് പറയുന്നത് കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിലുള്ള എഡ്യൂവിഷനാണ്.
ആ എഡ്യൂവിഷന്റെ നേതൃത്വത്തിൽ 600-ലധികം പേജുകളുള്ള എഡ്യൂവിഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിപുലമായ തരത്തിലുള്ള പരിഷ്കരണ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ മേഖലകളിലും നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമാണ് നാം നടത്തിയ സ്മാർട്ട് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. ഇവിടെ കുറെ അധികം ആളുകൾ സ്മാർട്ട് സ്കോളർഷിപ്പിന്റെ അവാർഡ് ദാനത്തിന് വേണ്ടി അതിന്റെ സ്കോളർഷിപ്പ് നേടിയ കുട്ടികൾ അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ നിന്ന് സ്മാർട്ട് സ്കോളർഷിപ്പ് നേടിയ കുട്ടികളുണ്ട്. അവരെ നമ്മൾ ഇവിടേക്ക് വിളിക്കുന്നതാണ്, അവർക്ക് ആ സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നതാണ്. അപ്പൊ ആ സ്മാർട്ട് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് എന്തിനാണ്? ഇതൊക്കെ എഡ്യൂവിഷന്റെ നേതൃത്വത്തിൽ ഉള്ള കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് നമ്മൾ നടത്തിയ പ്രോഗ്രാമുകളാണ്. ആ പദ്ധതി എന്ന് പറയുന്നത് വളരെ വിപുലമായ ഒരു പദ്ധതിയാണ്. നിങ്ങൾക്കറിയാം, UPSC എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ബോർഡുകളിലുള്ള ജോലിക്ക് വേണ്ടിയുള്ള ഒരു കമ്മിറ്റിയാണ് കേന്ദ്ര ഗവൺമെന്റ് നേതൃത്വം നൽകുന്ന UPSC. കേരളത്തിൽ PSC ഉണ്ട്, അതുപോലെ തന്നെ RRB ഉണ്ട്, അതുപോലെ ബാങ്ക് റിക്രൂട്ട്മെന്റ് ബോർഡ് ഉണ്ട്, അതുപോലെ സിവിൽ സർവീസിന് പ്രത്യേകമായ ബോർഡുകളുണ്ട്. ഈ ബോർഡുകളും മെഡിക്കൽ എഞ്ചിനീയറിംഗിന്റെയും അതുപോലെയുള്ള എല്ലാ തരത്തിലുള്ള JEE അടക്കം വിവിധ തരത്തിലുള്ള എൻട്രൻസ് പരീക്ഷകളെ മുഴുവനും ആ പരീക്ഷകൾ മുഴുവനും നടക്കുന്നത് ഏറ്റവും അത്യന്താധുനികമായ തരത്തിലുള്ള പുതിയ വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ്. അൽഹംദുലില്ലാഹ്, സുന്നി വിദ്യാഭ്യാസ ബോർഡ് കഴിഞ്ഞ വർഷവും അതിന്റെ മുന്നത്തെ വർഷവും 2 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളെ ഓരോ വർഷവും നാം ഈ പൊതു പരീക്ഷാ സമ്പ്രദായത്തെ കുറിച്ച് അവരെ പഠിപ്പിച്ചു, അവർക്ക് പരിശീലനം നൽകി. അതോടൊപ്പം നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള നേരത്തെ പറഞ്ഞ 35,000-ഓളം വരുന്ന നമ്മുടെ മുഅല്ലിമീങ്ങൾ, 7,000 മുഅല്ലിമീങ്ങൾക്ക് നമ്മൾ ഇത് സംബന്ധമായ പ്രാഥമികമായ പഠനവും അത് ഒരു പരീക്ഷ എങ്ങനെയാണ് സ്വന്തം മക്കൾക്കാണെങ്കിലും മറ്റു മക്കൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഏതൊരു പൊതുപരീക്ഷയാണെങ്കിലും LSSO, USSO, NMMSO, NTSO, ന്യൂമാൻസോ തുടങ്ങിയിട്ട് ഏത് പരീക്ഷയാണെങ്കിലും ആ പരീക്ഷകളൊക്കെ അഭിമുഖീകരിക്കണമെങ്കിൽ OMR രൂപത്തിലാണ് അതിന്റെ എക്സാമിനേഷൻ ഉള്ളത്. ഇപ്പൊ ഇതാ ജാമിയത്തുൽ ഹിന്ദ് 10-60ഓളം കേന്ദ്രങ്ങളിൽ നടത്തുന്ന പരീക്ഷകൾ അത് OMR ഉപയോഗിച്ചുകൊണ്ടാണ്. ഈ OMR എന്ന് പറയുന്ന സംവിധാനം എന്താണ് എന്നും എങ്ങനെയാണ് ബബിളുകൾ അത് പൂരിപ്പിക്കേണ്ടതെന്നും കറുപ്പിക്കേണ്ടതെന്നും എങ്ങനെയാണ് അതിന്റെ റിസൾട്ടുകൾ അത് പബ്ലിഷ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് അത് റീഡ് ചെയ്യുന്നതെന്നും തുടങ്ങിയ കാര്യങ്ങൾ പരിപൂർണമായും അതിന്റെ എല്ലാ സാങ്കേതിക വിദ്യയും സുന്നി വിദ്യാഭ്യാസ ബോർഡ് സ്വായത്തമാക്കിയിട്ടുണ്ട്. നാം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് 2 ലക്ഷം വിദ്യാർത്ഥികൾക്ക് അതിന്റെ പരിശീലനം നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ഇപ്പോ നിലവിൽ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം 1600-ഓളം വരുന്ന സുന്നി നമ്മുടെ തിബിയാൻ കേന്ദ്രങ്ങളിലുള്ള മുഅല്ലിമാത്തുകളുടെ ഒരു സമ്മേളനം നടന്നിരുന്നു. ആ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ഏകദേശം 60ഓളം കുട്ടികൾ USS നേടിയ തിബിയാനിൽ നിന്ന് പഠിച്ചു വന്നവരെ മാത്രം ഉൾപ്പെടുത്തി അവർക്ക് USS നേടിയ കുട്ടികൾക്ക് അവിടെ വെച്ച് അവാർഡ് നൽകുകയുണ്ടായി. അപ്പൊ ഈ തിബിയാന്റെ കീഴിൽ വരുന്ന കുട്ടികൾ അതോടൊപ്പം തന്നെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ആ മദ്രസകളിൽ വളർന്നു വരുന്ന കുട്ടികൾ അവർ കേവലം മതപരമായ അറിവ് മാത്രം നേടിയാൽ പോരാ, ഭൗതികമായ അറിവ് അവർ നേടണം, അത് ഉന്നതമായ അറിവ് നേടണം. അവർക്ക് ഏതൊരാളുമായി അഭിമുഖീകരിക്കാനും ഏതൊരു കമ്പനിയിൽ അവർക്ക് ജോലി ചെയ്യാനും പറ്റിയ തരത്തിലുള്ള അറിവ് അവർക്ക് സമ്പാദിച്ചു കൊടുക്കണം. അതിന് വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ സംവിധാനമുണ്ട്. ആ സംവിധാനമാണ് നമ്മുടെ ഈ സ്മാർട്ട് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ആ സ്മാർട്ട് സ്കോളർഷിപ്പ് പരീക്ഷ നമ്മൾ വിജയകരമായി പൂർത്തിയാക്കി. ഇൻഷാ അല്ലാഹ് തുടർന്നും ആ പരീക്ഷകൾ ഉണ്ടാകും. അതിൽ പങ്കെടുത്ത 2 ലക്ഷം കുട്ടികളിൽ നിന്ന് നാം സെലക്ട് ചെയ്ത മെയിൻ എക്സാമിനേഷൻ പങ്കെടുത്ത 80,000 കുട്ടികളിൽ 16,000 കുട്ടികൾക്കാണ് സ്മാർട്ട് സ്കോളർഷിപ്പ് അവാർഡ് കൊടുത്തത്, അതായത് സ്കോളർഷിപ്പ് നൽകിയത്. അതിനർത്ഥം ബാക്കിയുള്ള കുട്ടികളൊക്കെ തോറ്റുപോയി എന്നല്ല. 40% മാർക്ക് കിട്ടിയ കുട്ടികളൊക്കെ പാസ്സായിട്ടുണ്ട്. 90% കുട്ടികളും അതിൽ നല്ല മാർക്ക് നേടിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സാമ്പത്തികമായ സ്ഥിതി അനുസരിച്ച് LSS ആണെങ്കിലും USS ആണെങ്കിലും ഒക്കെ ചെയ്യുന്നത് പോലെ നമ്മുടെ ഫണ്ടിനനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്തപ്പോൾ 16,000 കുട്ടികൾക്ക് മാത്രമേ നമുക്ക് നൽകാനായുള്ളൂ. പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, എന്താണ് ഇതുകൊണ്ട് നേട്ടം? ഒരു 500 രൂപ കിട്ടി, അല്ലെങ്കിൽ 1000 രൂപ കിട്ടി, അല്ലെങ്കിൽ ഒരു 5 ഗ്രാം സ്വർണം കിട്ടി, അതുകൊണ്ട് എന്താണ് 1 ഗ്രാം സ്വർണം കിട്ടിയിട്ട് എന്താണ് കാര്യമെന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയിൽ അവിടെ അഡ്മിഷൻ നേടിയ ഒരു ആ കുട്ടിയുടെ രക്ഷിതാവുമായി ബന്ധപ്പെടാൻ എനിക്ക് അവസരമുണ്ടായി. ആ രക്ഷിതാവ് പറഞ്ഞു, അവൻ ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയ ആ കുട്ടിയുടെ KG തലം മുതൽ ആ കുട്ടി ഡിഗ്രിയും PGയും കഴിഞ്ഞത് വരെയുള്ള മുഴുവൻ പോർട്ട്ഫോളിയോകളും, കുട്ടിക്ക് കിട്ടിയ എല്ലാ അവാർഡുകളും, എല്ലാ സർട്ടിഫിക്കറ്റുകളും, എല്ലാ പ്രോഗ്രാമുകളും ഡിജിറ്റലൈസ് ചെയ്ത് ആ കുട്ടിയുടെ ഫയല് പരിശോധിച്ചാൽ മുഴുവനായി അത് നോക്കിക്കാണാൻ കഴിഞ്ഞതുകൊണ്ട് അദ്ദേഹത്തെ പരിശോധിച്ച ഇന്റർനാഷണൽ തലത്തിലുള്ള അമേരിക്കൻ ബോർഡ് ആ കുട്ടിയെ ഒറ്റ സെലക്ഷനിൽ തന്നെ
ആ കുട്ടിക്ക് ഏകദേശം 2 കോടിയോളം രൂപ വരുന്ന സ്കോളർഷിപ്പുമായി ആ കുട്ടി കാർഡ്ബോർഡ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നൽകി. എന്താ കാരണം? ആ കുട്ടിയുടെ സർട്ടിഫിക്കറ്റുകൾ മുഴുവൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ 7ാം ക്ലാസ്സിലെയോ 10ാം ക്ലാസ്സിലെയോ 12ാം ക്ലാസ്സിലെയോ സർട്ടിഫിക്കറ്റുകൾ, SSLCയുടെ സർട്ടിഫിക്കറ്റ് നമ്മൾ അടിസ്ഥാന രേഖയായി നമ്മൾ സൂക്ഷിക്കും. പക്ഷേ 7ാം ക്ലാസ്സിലെ 5ാം ക്ലാസ്സിലെ മദ്രസയിലെ സർട്ടിഫിക്കറ്റ് എത്ര പേര് സൂക്ഷിക്കുന്നുണ്ട്? നമുക്ക് കിട്ടിയ സ്കോളർഷിപ്പ് പരീക്ഷയുടെ സർട്ടിഫിക്കറ്റ് എത്ര പേര് സൂക്ഷിക്കുന്നുണ്ട്? ഇത് മുഴുവനും ഡിജിറ്റലൈസ് ചെയ്ത് നിങ്ങളുടെ ഒരു ഫോൾഡറിൽ അതുണ്ടാകണം. അങ്ങനെ ഉണ്ടായാൽ തുടർന്ന് വരുന്ന, നിങ്ങൾ ഗൾഫിൽ പോയാലും നിങ്ങൾ രാജ്യത്ത് PSCക്ക് അറ്റൻഡ് ചെയ്താലും അവിടെ ടൈ വരുന്ന സമയത്ത് 2 or 5 കുട്ടികൾക്ക് ഒരേ മാർക്ക് വന്നു വിചാരിക്കാം. ഒരേ മാർക്ക് വന്നാൽ പിന്നെ ആൽഫബറ്റ് ക്രമത്തിൽ ചിലപ്പോൾ സ്വീകരിക്കും. അല്ലെങ്കിൽ കുട്ടിക്ക് എക്സ്ട്രാ ക്വാളിഫിക്കേഷൻ എന്തുണ്ട്, അപ്പൊ കുട്ടിക്ക് ഒരു സർട്ടിഫിക്കറ്റ് അധികമുണ്ട്, ആ കുട്ടിയെ സെലക്ട് ചെയ്യും. അവിടെയാണ് അതിന്റെ വില കാണുക. അപ്പൊ ഈ സർട്ടിഫിക്കറ്റിന് എന്ത് വില എന്ന് പറഞ്ഞ് ആരും അതിനെ നിരുത്സാഹപ്പെടുത്തരുത്. എല്ലാ സർട്ടിഫിക്കറ്റിനും വിലയുണ്ട്. നമ്മൾ ഓട്ടത്തിന്റെ ആണെങ്കിലും ചാട്ടത്തിന്റെ ആണെങ്കിലും ഏത് പരിപാടിയുടെ ആണെങ്കിലും അതിന്റെയൊക്കെ സർട്ടിഫിക്കറ്റുകൾക്ക് അതിൻ്റെതായ മൂല്യമുണ്ട്. അതുകൊണ്ട് ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ ഫോട്ടോ എടുത്ത് ഡിജിറ്റലൈസ് ചെയ്ത് നിങ്ങളുടെ ഫോൾഡറുകളിൽ സൂക്ഷിക്കണമെന്ന് സാന്ദർഭികമായി രക്ഷിതാക്കൾ അതിന് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിന്റെ സെന്റിനറി ആഘോഷിക്കുകയാണ്. 100 വർഷമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് അൽഹംദുലില്ലാഹ് ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, കേരളത്തെ പോലെ തമിഴ്നാട്ടിലും കർണാടകയിലും കേരളത്തെ അറിയുന്ന മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും അവിടെ ആയിരക്കണക്കിന് ദർസുകളും മതപഠന സ്ഥാപനങ്ങളും നടത്തുന്ന ഈ മഹത്തായ സംഘടന ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൾ തങ്ങളുടെ നേതൃത്വത്തില് പുനഃസംഘടിപ്പിച്ച് പുറത്തു വന്നതിന് ശേഷം ഇവിടെ ഉണ്ടായ വിദ്യാഭ്യാസ രംഗത്തുണ്ടായ ജാഗരണ പ്രവർത്തനങ്ങൾ ഒരിക്കലും നമുക്ക് തമസ്കരിക്കാൻ കഴിയുന്നതല്ല. വലിയ മുന്നേറ്റമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് അൽഹംദുലില്ലാഹ് ഇന്ന് ഡൽഹിയിൽ പോയാല് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ലോക യൂണിവേഴ്സിറ്റികൾ പോയാല് നമ്മുടെ താടിയും തലപ്പാവും വെച്ച ആയിരക്കണക്കിന് പണ്ഡിതന്മാര്, അവര് MSc പഠിക്കുന്നു, മാത്തമാറ്റിക്സ് പഠിക്കുന്നു, എഞ്ചിനീയറിംഗ് പഠിക്കുന്നു, അവര് വിവിധ സിവിൽ സർവീസ് കോഴ്സുകൾക്ക് അറ്റൻഡ് ചെയ്യുന്നു. ലോകം മുഴുവനും ഈ പണ്ഡിതന്മാർ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇതിനൊക്കെ കാരണക്കാര് ബഹുമാനപ്പെട്ട താജുൽ ഉലമയും നൂറുൽ ഉലമയും കൻസുൽ ഉലമയും അതുപോലെയുള്ള നമ്മുടെ പണ്ഡിത ശ്രേഷ്ഠരാണ്. അവരെ നമുക്ക് മറക്കാൻ കഴിയില്ല. ആ പണ്ഡിതന്മാർ ഇന്ന് അൽഹംദുലില്ലാഹ് നമുക്ക് യാതൊരു പ്രയാസങ്ങളുമില്ല. 10,000-കണക്കിന് സ്ഥാപനങ്ങള്, 10,000-കണക്കിന് മഹല്ലുകള്, അവിടെയൊക്കെ സമാധാനത്തോടെ ശാന്തിയോടെ യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുമില്ലാതെ നമ്മൾ ആർക്കും എതിരല്ല, ആരോടും നമ്മൾ പകവിട്ടുന്നില്ല, ആരോടും നമുക്ക് എതിർപ്പില്ല. എല്ലാവർക്കും വരാം, എല്ലാ ആളുകൾക്കും ഈ പ്രസ്ഥാനത്തിലേക്ക് വരാം. രാജ്യത്ത് ഇന്ന് ലോകം അംഗീകരിച്ച ഒരു സിലബസിന് കീഴില് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നമ്മുടെ തിബിയാനിലേക്ക് വരാം, നമ്മുടെ KGയിലേക്ക് വരാം, നമ്മുടെ വിദ്യാഭ്യാസ ബോർഡ് പ്രവർത്തനത്തിലേക്ക് വരാം, നമ്മുടെ ജാമിയത്തുൽ ഹിന്ദിലേക്ക് വരാം, നമ്മുടെ ദർസുകളിലേക്ക് വരാം, നമ്മുടെ സാദിയയിലേക്കും മർക്കസിലേക്കും അതുപോലെ മഖറിലേക്കും ഒക്കെ വരാം. എല്ലാ സ്ഥാപനങ്ങളിലേക്കും വരാം. അതുവഴി നിങ്ങൾക്ക് ദുനിയാവും കിട്ടും, ആഖിറവും കിട്ടും. ദുനിയാവ് മാത്രം കിട്ടിയതുകൊണ്ട് കാര്യമില്ല. നേരത്തെ ഇവിടെ ഒക്കെ പറഞ്ഞല്ലോ, ഞാൻ അത് ആവർത്തിക്കുന്നില്ല. സ്വന്തം വീടുകളിൽ അന്തിയുറങ്ങാൻ കഴിയാത്ത മാതാപിതാക്കളുണ്ട് ഇന്ന്. ഉമ്മമാർക്ക് വീട്ടിൽ അന്തിയുറങ്ങാൻ കഴിയുന്നില്ല. എപ്പോഴാണ് തന്റെ സ്വന്തം മകന്റെ കത്തി കൊണ്ട് എന്റെ കഴുത്തറുക്കുക എന്ന് പേടിച്ച്. എനിക്കറിയാം, എന്റെ നാട്ടില് 2 വീടുകളിലുള്ള കുടുംബത്തിലുള്ള ഉമ്മമാരിന്ന് അവരുടെ ഉമ്മമാരുടെ വീടുകളിൽ പോയി താമസിക്കുകയാണ്. എന്താ കാരണം അറിയങ്ങള്? അവരുടെ മക്കള് ഉപയോഗിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ കാരണം, ആ ലഹരി പദാർത്ഥത്തിന്റെ തീഷ്ണത കാരണം അവർക്ക് എന്നും പൈസ കിട്ടണം. അവരുടെ മാതാപിതാക്കൾക്ക് പൈസ കൊടുക്കുകയാണ്. അതിനു പുറമെ രാത്രികാലങ്ങളിൽ അവർ വേറെ വീടുകളിൽ താമസിക്കുകയാണ്. സ്വന്തം മകൻ കഴുത്തറുത്ത് കളയുമോ? ആ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ഈ വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന് കീഴിലുള്ള ധാർമ്മികമായ പഠനത്തിന് നിങ്ങൾ അവസരമുണ്ടായാൽ നമ്മുടെ ജാമിയത്തുൽ ഹിന്ദിലും നമ്മുടെ മർക്കസിലും നമ്മുടെ സാദിയയിലും നമ്മുടെ മഖറിലും അതുപോലെ മാഴുതനിലും ഒക്കെയുള്ള സ്ഥാപനങ്ങളിൽ നിങ്ങളുടെ മക്കളെ ചേർത്താൽ ആ മക്കൾ വഴി ലോകോത്തരമായ വിദ്യാഭ്യാസം നിങ്ങൾക്ക് നേടാം. സയൻസ് നേടാം, കൊമേഴ്സ് നേടാം, അതുപോലെ ഹിസ്റ്ററി നേടാം, ഏത് ഭാഷയും പഠിക്കാം, എല്ലാ ഭാഷകളിലും എല്ലാ ആശയങ്ങളും പഠിക്കാം, അതോടൊപ്പം മതപരമായ അറിവ് നേടാം. ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഈ പ്രസ്ഥാനത്തിന് കീഴിലുള്ള പ്രവർത്തനങ്ങളുമായി സഹകരിക്കണമെന്നും സഹായിക്കണമെന്നും ഈ ബോർഡിന്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ അറിയണമെന്നും നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകങ്ങളെ അതിന് നന്നായി നിങ്ങളൊന്ന് അറിഞ്ഞ് വായിച്ച് പഠിച്ച് അതിനെ വിലയിരുത്തണമെന്നും എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അറിയിക്കണമെന്നും മാത്രം അറിയിച്ച് വാഹൃദ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.